അഴിഞ്ഞാട്ടം പുള്ളിയുടെ പൂന്ത് വിളയാട്ടെ. പുള്ളി എവിടെയും പോയിട്ടില്ല. വിന്റേജ് ദിലീപേട്ടൻ നമ്മുടെ റൺവേ സ്റ്റേഡിയമോസ് എല്ലാം ഓർമ്മ വരും. ഫാൻ ബോയ് പണ്ണല് ഇതുവരെ അഴിഞ്ഞാട്ടം. വിനീത് ശ്രീനിവാസന്റെ അഴിഞ്ഞാട്ടം എല്ലാം ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടി. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സീസൺ മൊത്തത്തിൽ റാഞ്ചി കൊണ്ടാവും. ക്രിസ്മസ് മൊത്തത്തിൽ റാഞ്ചി. ആദ്യത്തെ ഒരു 20 മിനിറ്റ് സൂപ്പർ ഗംഭീരായി. എനിക്കറിയാം. ക്രിസ്മസ് ബപ്പ തൂക്കി. സെക്കൻഡ് ഹാഫ് ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം. പറയാൻ വാക്കുകളില്ല. അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞ സിനിമ. അത് തന്നെ ദിലീപ് ഒരു രക്ഷയില്ല. അത് പറയാൻ പ്രാന്ത് സിനിമ. ലാലേട്ടൻ നോക്കി. അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞാട്ടം. ഓജി അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ വന്ന് പടം ഫുള്ള് തൂക്കി. രോമാഞ്ചം കൊണ്ട് വിറച്ചു പോയതാ സാറേ. തിയേറ്റർ മൊത്തം മറ്റേ ലിജോ ജോസിന്റെ അതിദയനീയമായിട്ട് മൂഞ്ചിരിക്കുന്നു. എങ്ങനെയുണ്ട് ഫാൻസ് എല്ലാം ഒരു നീ എവിടെ വന്ന മരഭൂതം പറയാലോ. പടം കൊള്ളത്തില്ല. നെഗറ്റീവ് എന്ന് പറയാൻ 100% നെഗറ്റീവ് തന്നെ. കൊള്ളത്തില്ലെന്ന് പറയാ കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം. അല്ല ചുമ്മാ മാറിയിട്ടുണ്ടോ നെഗറ്റീവ്. പടം കൊള്ളത്തില്ല അത്ര തന്നെ. മോഹൻലാലിനെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അല്ല അതിനകത്തൊരു മൈരം തന്നെ കാണിച്ചിട്ടില്ല. ഒരു വൃത്തിയായിട്ട പടം. അയ്യോ അത് കൂകി വിളിച്ചതല്ല. ആഹ്ലാദം കൊണ്ട് മതിമറന്ന എന്റെ ആരാധക വൃന്ദം എന്നെ നോക്കിക്കൊണ്ട് ഹായ് 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 എന്ന് ഒച്ച വെച്ചതാണ്. ചുമ്മാ തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ഇതാണ് തിരിച്ചുവരവൊന്നുമല്ല. വെറുതെ മറ്റേ ആ ഗോപി സുന്ദർ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ഒറിജിനൽ സ്കോർ ചെയ്ത ഈ പടത്തിലാന്ന് തോന്നുന്നു. വെറുതെ സൗണ്ടും തലയും അങ്ങനെ പറയരുത് മിസ്റ്റർ. അങ്ങനെ പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവര് പറയുന്നതാണെങ്കിൽ ഫുള്ള് മാഡ്നെസ് ആണ്. പക്ഷെ പടത്തിൽ നമുക്ക് അത്രയും കുറെ കാര്യങ്ങളൊന്നും കണക്ട് ആവുന്നില്ല. ലോജിക്കില്ല. തല്ലിപ്പൊളി പടം. വേറും തല്ലിപ്പൊളി. ഒന്നുമില്ല പടത്തിലൊന്നുമില്ല. ഷാൻ റഹ്മാൻ മോഹൻലാലിനെയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ അയാളെ വെറുതെ കോമാളി വേഷം കെട്ടിച്ച് ഈ പടത്തിൽ ഒന്നുമില്ല. ആദ്യം ഇന്റർവെൽ വരെ കുറെ സീരിയൽ പോലെ ചാത്ത അവിഞ്ഞ പടം ഒട്ടും കൊള്ളത്തില്ലടാ. ഒരു വായിക്കും കൊള്ളത്തില്ല. സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരും? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ? ഉറപ്പ്. കുറെ ചുമ്മാ തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാ? ഒരു വായിക്കും കൊള്ളത്തില്ല. ഒന്നുമില്ല. മോഹൻലാലിനൊക്കെ ചുമ്മാ നമ്മൾ ലാലേട്ടന്റെ ഒക്കെ എത്ര നല്ല പടങ്ങൾ ഉണ്ട്. അയാൾക്ക് ഇതിനകത്ത് വന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല. വെറും തല്ലിപ്പൊളി പടം. ഒന്നുമില്ല പടത്തിനകത്ത് പ്രത്യേകിച്ച്. അത് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മാഡ്നസ് എന്ന് പറഞ്ഞ് കാണാൻ ലോജിക് ഇല്ലായ്മയ്ക്ക് ഒരു ലോജിക്ക് വേണം. അതില്ല. പടം ലാലേട്ടനെ മുതലാക്കി വിജയിച്ച ലാലേട്ടൻ എങ്ങനെ ജയിലറിലൊക്കെ തേങ്ങയാണ്. ലാലേട്ടൻ ഇൻട്രോ മാത്രം കൊള്ളാം. ലാലേട്ടന്റെ കോമഡി റോളാണ് കൊടുത്തേക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പാകം നിരാശയായി പോയി. വേറും തല്ലിപ്പൊളി അഴുക്ക പടം എന്ന് പറയാം. വേറും അഴുക്ക പടം. ഒരു വായിക്കും കൊള്ളത്തില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ ഇതങ്ങോട്ട് കുടി. അപ്പഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ. ഒന്ന് മാറിയേട്ടാ. ഇത് ഒരു എനിക്ക് വന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് എടുത്തു വെച്ച പടമെന്ന് തോന്നുന്നു. വേറും പടം. അരമണിക്കൂർ താമസിച്ച ഷോ അടങ്ങിയത്. ഇങ്ങനത്തെ ഒക്കെ പടം ലോജിക്കില്ല. മാഡ്നസ് അടിച്ചുപൊളി. ഒരു മൈരുമില്ല. ഒരു എന്താണ് ഒരു എന്താ ഉള്ളിലുള്ള സകല അസ്ത്രങ്ങളും പുറത്തെടുത്ത് നോക്കി. ഒന്നിനകത്തും വിജയിച്ചിട്ടില്ല. സെൻസേഷൻ ഒരു ഭയങ്കര ഒരു കംബാക്ക് എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കംബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ കൊല്ലം ഉണ്ടാവില്ല, അടുത്ത കൊല്ലം ഉണ്ടാവില്ല. കാരണം ഇതങ്ങോട്ട് പോണെന്ന് മനസ്സിലാവില്ല.